കാര്യം ഒരാൾ കേട്ടാൽ, ഒരു വാള് കേട്ടാൽ, ഒരു ഉപദേശം കേട്ടാൽ, നല്ല ഒരു പഠന ക്ലാസ്സിൽ പങ്കെടുത്ത് ഒരു നല്ല ഇൽമിന്റെ വർത്തമാനം കേട്ടാൽ, ഒരു നന്മയെക്കുറിച്ച് ഒരാൾ പഠിച്ചാൽ, ആദ്യം തന്നെ ഈമാനുറച്ച മുസ്ലിം, യഥാർത്ഥ സത്യവിശ്വാസി ആലോചിക്കുന്നത് എന്റെ ജീവിതത്തിൽ എനിക്ക് എങ്ങനെ ഇത് പുലർത്താൻ സാധിക്കും. സാമ്പത്തികമായ വിഷയമാണെങ്കിൽ പോലും എനിക്കെങ്ങനെ അതിന് പണം കണ്ടെത്താൻ കഴിയും, എനിക്കെങ്ങനെ എന്റെ സാമ്പത്തികം അതിലേക്ക് വിനിയോഗിക്കാൻ സാധിക്കും, എനിക്കെങ്ങനെ അതിന് കഴിവുണ്ടാക്കാൻ കഴിയും, എനിക്കെങ്ങനെയാണ് ഈ നന്മയുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നത് എന്ന് ഈമാനുറച്ച മുസ്ലിം ആലോചിക്കും. എന്നാൽ ഈമാൻ ഉറപ്പില്ലാത്ത ആളുകൾ, കൽബിൽ വിശ്വാസം രൂഢമൂലമാകാത്ത, യഥാർത്ഥ സത്യവിശ്വാസി എന്ന് പറയാൻ കഴിയാത്ത ആളുകളോടൊരു നന്മ പറഞ്ഞു കൊടുത്താൽ അവൻ ആലോചിക്കുന്നത് തന്നെ, ആദ്യം തന്നെ ഒരു നന്മ കേട്ടാൽ അവൻ വിചാരിക്കുന്നത് തന്നെ, എങ്ങനെ എനിക്ക് ഇതിൽ നിന്ന് ഒഴിവാകാൻ കഴിയും, എങ്ങനെ എനിക്ക് ഈ നന്മയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. എനിക്ക് അസുഖമുണ്ടല്ലോ, എനിക്ക് സമ്പത്ത് കുറവാണല്ലോ, എനിക്ക് ശാരീരിക ക്ഷമത കുറവാണല്ലോ, എനിക്ക് തിരക്കുണ്ടല്ലോ, എനിക്ക് ജോലി തിരക്കുകൾ ഉണ്ടല്ലോ, എനിക്ക് സന്താനങ്ങളെ പരിപാലിക്കണം, മാതാപിതാക്കളുമായി ബന്ധപ്പെടണം, അതുകൊണ്ട് എനിക്ക് അങ്ങനെ പല നിലയിലുള്ള ഒഴിവ് കഴിവുകളുണ്ട്, അതുകൊണ്ട് ഈ നന്മ എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ആദ്യം തന്നെ അവൻ തീരുമാനിച്ചു വെക്കും. ആ നന്മയിൽ നിന്ന് അവൻ ഒഴിവാകും. ഇതിൽ നിന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്റെ ഈമാൻ ഉറച്ചതാണോ അതോ ഞാൻ കലർപ്പുള്ള വിശ്വാസിയാണോ എന്ന്. ഒന്നുകൂടി ഉദാഹരണ സഹിതം ഈ ഒരു വിഷയത്തെ സമീപിച്ചാൽ നാം നിൽക്കുന്നത് ദുൽഖഅദ 20-ലാണ്. ദുൽഖഅദ 20-ആണ്. ഇനി ഏകദേശം കുറഞ്ഞ സമയങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ എത്തിപ്പെടുന്നത് 10 ദിവസം 9 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കും. ഹജ്ജിന്റെ സമയം, ഉദഹിയ്യത്തിന്റെ സമയം, ഫലപ്രദമായ ഒരു അന്തരീക്ഷം, റമദാനിന് ശേഷം ഈമാൻ ഇങ്ങനെ സ്ഫുരിച്ചു നിൽക്കുന്ന വലിയ ഈമാനികമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ ഇങ്ങനെ കടക്കാൻ പോകണം. അതായത് നമ്മുടെ പ്രകൃതി മുഴുവനും ഈമാനികമായ അന്തരീക്ഷത്തിലേക്ക് മാറുന്ന ഒരു സമയം. ചുറ്റുപാട് മുഴുവനും അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന ഹാജിമാരുടെ തക്ബീറിന്റെ, ഹാജിമാരുടെ ലബ്ബൈക്കയുടെ അനുരണനങ്ങൾ ഇങ്ങനെ പ്രതിധ്വനിക്കുന്ന സമയത്തിലേക്ക് നമ്മൾ ഇങ്ങനെ കടക്കാൻ പോകണം. ആ ഒരു സമയത്ത് നിൽക്കുമ്പോ നമ്മുടെ മുമ്പിൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയാണ്, സുന്നത അബീകും ഇബ്രാഹിം, നിങ്ങളുടെ വാപ്പയായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചര്യയുണ്ട്, അത് ഉദഹിയ്യത്താണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് തന്റെ പൊന്നോമന മകനെ അറുക്കാനുള്ള കൽപ്പിച്ചിട്ടുണ്ട്. ആ കൽപ്പന ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന പിതാവ് പാലിച്ചിട്ടുണ്ട്. ആ പാലിക്കൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വിധേയത്വം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടപ്പോൾ, അള്ളാഹുവിന് തന്റെ മകനെ പോലും ബലി കഴിക്കാൻ ഒരു പിതാവ് തയ്യാറായപ്പോൾ അള്ളാഹുവിടെ കൽപ്പിച്ചതാണ്, നിങ്ങളൊരു മൃഗത്തിനെ അറുത്തു കൊടുത്താൽ മതി. ഇനി വരുന്ന മുഴുവൻ തലമുറകളും ഈ പ്രസ്ഥാനത്തിൽ അണിനിരക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളും ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പിൻപറ്റിയിട്ട് ആ മൃഗബലി നടത്തുക തന്നെ ചെയ്യും. സുന്നത്ത അബീകും ഇബ്രാഹിം, അത് നിങ്ങളുടെ വാപ്പയുടെ ചര്യയാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച ഇബാദത്ത് ഉളഹിയ്യത്ത്. ഓരോ മൃഗത്തിനെ അറുക്കുമ്പോഴും ആ മൃഗത്തിന്റെ രോമത്തിന്റെ കണക്കനുസരിച്ച് അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂൽ നന്മയെ പഠിപ്പിക്കുകയാണ് സ്വഹാബത്തിനെ. ഉളഹിയ്യത്ത് എന്നൊരു കർമ്മമുണ്ട്, അത് നിങ്ങളുടെ പിതാവിന്റെ ചര്യയാണ്. ആ ചര്യ വെറുതെ അല്ല, നിങ്ങൾ അറുക്കുന്ന മൃഗത്തിന്റെ പുറത്ത് കയറിയിട്ട് സുറാത്ത് എന്ന പാലത്തിലൂടെ നിങ്ങൾ മിന്നൽ വേഗത്തിൽ കടന്നു പോകുമേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അറുക്കുന്ന മൃഗത്തിന്റെ രക്തം ഭൂമിയിലേക്ക് ആപതിക്കുന്നതിന്റെ മുമ്പ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അർശിന്റെ സവിധത്തിൽ ആ രക്തം ചെന്നെത്തുമേ. അത്രയും വലിയ കൂലിയാണ് ഉളഹിയ്യത്തിനുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ പഠിപ്പിക്കാണ്. ഉളഹിയ്യത്ത് എന്ന മഹത്തരമായ ഒരു കർമ്മം, അതൊരു മൃഗബലിയല്ല, അതൊരു മാംസത്തിന് വേണ്ടിയുള്ള ഇറച്ചിയുടെ അറവല്ല, അതൊരു ഇറച്ചി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഇബാദത്തല്ല. അത് അള്ളാഹുവിന്റെ മുമ്പിൽ തന്റെ പുത്രനെ സമർപ്പിച്ച, തന്റെ പ്രിയപ്പെട്ട പുത്രന്റെ കഴുത്തിൽ അറവ് കത്തിവച്ച പിതാവിനോടുള്ള അനുസ്മരണമാണ്.
അതൊരു വിശ്വാസിക്ക് ഇബ്രാഹിം അലൈഹിസ്സലാമിനോടുള്ള ആത്മബന്ധമാണ്. അത് കേവലം ഒരു ഇറച്ചിക്കുള്ള അറവല്ല, അങ്ങനെ കരുതുകയും വേണ്ട. അള്ളാന്റെ റസൂൽ സ്വഹാബത്തിനെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ ഹദീസ്, നിങ്ങളുടെ ഉദഹിയത്തിന്റെ മൃഗം, ഏതെങ്കിലും മൃഗം നിങ്ങൾ അറുത്താ പോരാ, നല്ല മൃഗത്തിനെ നിങ്ങൾ ഉദഹിയത്ത് അറുക്കണേ. അത് സുറാത്തിൽ നിങ്ങളുടെ വാഹനമാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിങ്ങനെ കേൾക്കുമ്പോ ഞാൻ ആദ്യം പറഞ്ഞ ഹദീസിലേക്ക് വന്നു. ഈ ഉദഹിയത്തിനെ കുറിച്ചുള്ള വിവരം അതൊരു വലിയ നന്മയാണ്. ആ നന്മ കേൾക്കുമ്പോൾ മുഅ്മിനായ മനുഷ്യൻ ആലോചിക്കും, പടച്ചവനെ, ഇത്രയും വലിയ പ്രതിഫലങ്ങളാണല്ലോ ഉദഹിയത്തിനുള്ളത്. അല്ലാഹുവേ, ഉദഹിയത്തിന്റെ പ്രതിഫലം എത്ര വലുതാണ്. അത് സിറാത്തിൽ എന്റെ വാഹനമാണല്ലോ. അല്ലാ, ഞാൻ ഇവിടെ അറുക്കുന്നതിന്റെ രക്തം ഭൂമിയിലേക്ക് പതിക്കുന്നതിന്റെ മുമ്പ് നിന്റെ അടുക്കൽ ആ മൃഗത്തിന്റെ രക്തം വരുമല്ലോ. അല്ലാ, ഇതെന്റെ വാപ്പയായ ഇബ്രാഹിം അലൈഹിസ്സലാമുമായിട്ടുള്ള ആത്മബന്ധമാണല്ലോ. അല്ലാ, അതുകൊണ്ട് എത്ര കഴിവില്ലെങ്കിലും പടച്ചവനെ, എനിക്ക് ആ കർമ്മത്തിൽ പങ്കെടുക്കണം. എങ്ങനെയെങ്കിലും എനിക്ക് ആ ഒരു കർമ്മം ചെയ്തേ മതിയാകൂ. എന്റെ സാമ്പത്തിക സ്ഥിതി ഞാൻ മെച്ചപ്പെടുത്തും, എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ അതുമായിട്ട് ബന്ധപ്പെടും. അതെനിക്ക് ചെയ്തേ മതിയാകൂ. കുറഞ്ഞ സമയമേ ബാക്കിയുള്ളൂ, എന്നാലും ഞാൻ അതുമായിട്ട് ബന്ധപ്പെടും. ഇതൊരു ഉറച്ച വിശ്വാസിയുടെ തീരുമാനമാണ്. അത് ഉറച്ച വിശ്വാസിയുടെ തീരുമാനമാണ്. കൽബിൽ ഉറച്ച ഈമാനുള്ള ആൾ ആ രീതിയിൽ തീരുമാനിക്കും, ആലോചിക്കും, പടച്ചവനെ, ഇത്ര വലിയ കൂലിയാണല്ലോ, എനിക്ക് പങ്കെടുക്കണം. ചിലപ്പോ അവനക്ക് ഒരു കഴിവുണ്ടാവൂല. കഴിവുള്ളവനാണ് ഉദഹിയത്ത്, ശരിയാണ്, കഴിവുള്ളവനാണ് ഉദഹിയത്ത്. മുഅക്കദായ സുന്നത്ത്, ശക്തിയായ സുന്നത്ത്, വെറും സുന്നത്തല്ല. സുന്നത്തുൻ മുഅക്കദത്തുൻ, ശക്തിമത്തായ സുന്നത്താണ്. അതിന്റെ ശക്തിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അത് വെറുതെ ഒരു അലങ്കാരത്തിന് പറയുന്ന വാക്കല്ല. എന്ന് പറഞ്ഞാൽ മറ്റു മദ്ഹബുകളിൽ അത് വാജിബാണ്. ഉദഹിയത്ത് വാജിബാണ് ശാഫി മദ്ഹബല്ലാത്ത വേറെ മദ്ഹബിൽ. അതുകൊണ്ടാണ് ഇവിടെ ഷാഫി ഇമാം, മഹാനായ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്ക് ശക്തിയായ സുന്നത്താണ് കഴിവുള്ളവൻ. ആ കഴിവിന് വലിയ മാനദണ്ഡമൊന്നുമില്ല. ആ കഴിവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബാങ്ക് ബാലൻസിന്റെ അടിത്തറ ഉണ്ടാകണമെന്നല്ല. പെരുന്നാള് ദിവസത്തെ ചിലവിനുള്ള വകയും പാർപ്പിടവും ഭക്ഷണവും ഒക്കെ കഴിഞ്ഞ് ബാക്കി തുകയുണ്ടോ? കടബാധ്യതകളെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുണ്ടോ? ഉദഹിയത്ത് അവിടെ നിർബന്ധമായി. മറ്റു മദ്ഹബിൽ ഇവിടെ സുന്നത്ത്, ശക്തിയായ സുന്നത്ത്. ഞാൻ പറഞ്ഞ ആദ്യ വസ്തുതയിലേക്ക് തന്നെ വരാം. മുഅ്മിനായ ഉറച്ച ഈമാനുള്ളവൻ ഇത് കേൾക്കുമ്പോൾ അവൻ ഉറപ്പിക്കും, പടച്ചവനെ, എനിക്ക് ചെയ്യണം. അള്ളാന്റെ റസൂൽ ഇത്രമാത്രം ഒരു നന്മയെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ പെരുന്നാളിന്റെ ദിവസത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തിൽ അറവിനേക്കാൾ അള്ളാഹുവിന് താല്പര്യമുള്ള മറ്റൊരു കർമ്മമില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു വസ്തുതയുള്ളപ്പോൾ എനിക്കത് ചെയ്യണം റബ്ബേ എന്ന് തീരുമാനിക്കും ഉറച്ച വിശ്വാസി. ഞാൻ പറഞ്ഞതുപോലെ അവന്റെ വീട്ടിൽ ചിലപ്പോൾ അടുപ്പ് പുകഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവന് പണി ഉണ്ടായിട്ട് ഒരുപാട് കാലായിട്ടുണ്ടാവും. യുദ്ധത്തിന്റെ സാഹചര്യമാണ്, ഗ്യാസിന് ലഭ്യതയില്ല, വിഭവങ്ങൾ കുറവാണ്, കച്ചവടം കുറവാണ്, വരുമാനം കുറവാണ്. അങ്ങനെ പ്രതിസന്ധിയുടെ നൂറായിരക്കണക്കിന് വേലിയേറ്റങ്ങൾ അവന്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴും ഉറച്ച വിശ്വാസി വിചാരിക്കും, പടച്ചവനെ, എനിക്ക് ചെയ്യണം. അതൊരു തീരുമാനമാണ്. ചെയ്യാൻ ചിലപ്പോൾ അവന് കഴിയൂല, അതല്ല വിഷയം. കൽബിൽ എന്താ വരുന്നത്, മനസ്സിലെന്താ തോന്നുന്നത്, അവിടെയാണ് പ്രശ്നം. എന്നിട്ട് അവൻ അതിന് വേണ്ട വഴികൾ നോക്കും. ഇതിന്റെ ഏറ്റവും സാങ്കേതികമായ ഒരു ലാളിത്യം എന്തെന്നാൽ, ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ ഒരു ദിവസത്തിൽ 30 രൂപ മാറ്റിവെക്കുന്നവന് ഒരു വർഷത്തിലെ ഉദഹിയത്തിൽ കൃത്യമായി പങ്കെടുക്കാൻ കഴിയും. 30 രൂപ ഒരാൾ ഒരു ദിവസം മാറ്റിവെച്ചാൽ വർഷത്തിൽ അവന് ഉദഹിയത്തിൽ കൃത്യമായി പങ്കെടുക്കാൻ കഴിയും. ഏത് നമ്മളാണെന്ന് ആലോചിക്കണം. വർഷാവർഷമുള്ള ടൂറിന് വേണ്ടി, അല്ലെങ്കിൽ അതിൽ ഒരുപാട് ആനന്ദങ്ങൾക്ക് വേണ്ടി, എന്റർടൈൻമെന്റുകൾക്ക് വേണ്ടി, മൊബൈൽ റീചാർജിന്, കേബിൾ റീചാർജിന് മാസാമാസം നമ്മൾ മാറ്റിവെക്കുന്ന തുകകളുടെ എണ്ണം പരിശോധിച്ചാൽ അതെത്രയോ വലുതാണ് എന്നിരിക്കുമ്പോഴാണ് ഒരു ദിവസത്തിലെ 30 രൂപ ഉദഹിയത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ നമുക്ക് കൊല്ലം ഈ ഒരു ഇബാദത്തുമായി ഒരു ഏറ്റക്കുറച്ചിലുമില്ലാതെ പങ്കെടുക്കാൻ സാധിക്കുമെന്ന ലാളിത്യം മനസ്സിലാക്കേണ്ടത്. ഇത് വലിയൊരു ഭീമാകാരമായൊരു കർമ്മമൊന്നുമല്ല. പക്ഷെ ഈ ആലോചന വരണം, എനിക്കിത് ചെയ്യണം. എന്നിട്ട് അതിന്റെ വഴികളെ കുറിച്ച് അന്വേഷിക്കണം. ഇനി ഈ കൊല്ലം നടന്നില്ല,
എന്നാൽ ഇനി എനിക്ക് ഒരിക്കലും മുടങ്ങാൻ പാടില്ല എന്ന കർമ്മബോധം ഉണ്ടാവും ഉറച്ച മുസ്ലിം. എന്നാലോ ഈമാനിന് ചാഞ്ചല്യമുള്ള ആളുകൾ, ഈമാനിന് നേരിയ രീതിയിൽ ഏറ്റക്കുറച്ചിലുള്ളവർ, അവർ ആലോചിക്കുന്നത് ഇങ്ങനെയുള്ള ഹദീസൊക്കെ പറയും, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, ഇങ്ങനെയാണ് എന്റെ വിഷയങ്ങൾ, ഉദഹയ്യത്തുമായി ബന്ധപ്പെട്ടാലുള്ള കൂലി ഇതാണ്, ഇത് നിങ്ങളുടെ വാപ്പയുടെ സുന്നത്താബീക്കും ഇബ്രാഹിം അലൈഹിസ്സലാം സ്വന്തം പുത്രന്റെ കഴുത്തിൽ കത്തിവച്ച വാപ്പയുടെ ആ വാപ്പയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധമാണ് എന്നൊക്കെ പറഞ്ഞാലും ഈമാനിലെ ചാഞ്ചല്യമുള്ളവൻ ആദ്യം തന്നെ ആലോചിക്കുന്നത് എന്താ? എനിക്കെങ്ങനെ ഇതിൽ നിന്ന് പുറത്തു കടക്കാം? എനിക്ക് കടമുണ്ടോ? എനിക്ക് പ്രയാസങ്ങളുണ്ടോ? യുദ്ധം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതെന്റെ ജീവിതത്തിനെ ബാധിച്ചിട്ടില്ലേ? എന്റെ കച്ചവടത്തിൽ കുറവില്ലേ? എന്റെ ഇടപാടുകളിൽ നേരത്തെ ഉണ്ടാകുന്നതിനേക്കാൾ ലാഭം കുറവല്ലേ? എനിക്ക് ബാധ്യതകൾ കൂടിയിട്ടില്ലേ? എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളില്ലേ? പിന്നെ ഞാൻ എങ്ങനെയാ ഈ കർമ്മവുമായിട്ട് ബന്ധപ്പെടുന്നത്? അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് ഒഴിവാണ്. ഇതെന്നെ കുറിച്ചല്ല, ഇതെനിക്ക് ബാധകവുമല്ല, ഇതെനിക്ക് ബാധകമല്ല, എന്നെ ബാധിക്കുന്നൊരു വിഷയമല്ല. അതൊക്കെ പ്രമാണിമാരായ ആളുകൾക്ക് മാത്രമുള്ളതാണ്. ഞാനിതിൽ നിന്ന് ഒഴിവാണ്, അതിലൊരു തർക്കമില്ല. ആരും കണക്കെടുക്കാൻ വരൂല. മഹല്ലിലെ അംഗങ്ങളുടെ കണക്കിങ്ങനെ എടുത്ത് തിരിച്ചിട്ട് ഇവന്റെ വാർഷിക വരുമാനം എത്രയാണ്, മാസ വരുമാനം എത്രയാണ്, ഇയാൾക്ക് ഉദഹീയത്തിന് പങ്കെടുക്കാൻ കഴിയോ ഇല്ലയോ, ഇങ്ങനൊരു കണക്കെടുപ്പൊന്നുമില്ല. അത് ഫർളായ സക്കാത്തിന് പോലും ഇല്ലല്ലോ. കണക്കെടുക്കേണ്ട സമയമുണ്ട്. ജനങ്ങൾ മുഴുവനും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടി നിൽക്കുന്ന സമയമുണ്ട്. ഓരോ രൂപയ്ക്കും അവിടെ കണക്കുണ്ട്, ഓരോ നാണയത്തിനും കണക്കുണ്ട്, ഓരോ രൂപയും എവിടെ നിന്ന് ചെലവാക്കി, എങ്ങനെ ഉണ്ടാക്കി, എവിടെ ചെലവാക്കിയെന്ന് വ്യക്തമായ കണക്ക് പറയാതെ പാലങ്കാല് മർഷറിൽ നിന്ന് ചലിപ്പിക്കാൻ കഴിയൂല. അങ്ങനെ കടക്കെടുക്കുന്നത് മഹല്ല് കമ്മിറ്റികളല്ല, ഗവൺമെന്റ് സംവിധാനവുമല്ല. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കണക്കെടുപ്പാണ്. അവിടെ ടാക്സിൽ തിരിമറി നടത്തുന്നത് പോലെ ഏതെങ്കിലും രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ അനാഥകൾക്ക് കൊടുത്തു കാണിച്ചുകൊണ്ട് മുതലാളിമാര് കോർപ്പറേറ്റ് സംവിധാനങ്ങള് തിരിമറികൾ നടത്തുന്നത് പോലെ, ഇളവ് കാണിക്കുന്നത് പോലെ അള്ളാന്റെ മുമ്പിൽ ഇളവ് കാണിക്കാൻ പറ്റൂല. അള്ളാഹു പിടിച്ചു നിർത്തും, ചോദ്യം ചെയ്യും. ഞാൻ നിനക്ക് പണം തന്നിട്ട് എന്തടാ ഉളഹിയ തറക്കാതിരുന്നത്? എന്തേ ഹജ്ജിന് പോകാതിരുന്നത്? എന്തേ ഉംറ ഒഴിവാക്കിയത്? എന്തേ പാവങ്ങൾക്ക് കൊടുക്കാതിരുന്നത്? എന്തേ സക്കാത്ത് മാറ്റിവെച്ചത്? പിടിച്ചു നിർത്തും, ചോദ്യം ചെയ്യും. ഒരു സംശയവും മുഅ്മിനിന് ആ വിഷയത്തിൽ പാടില്ല. വേറെ ആരും ചോദ്യം ചെയ്യൂല, വേറെ ആർക്കും ഒരു പ്രശ്നമില്ല. പറയുന്ന എനിക്കോ കേൾക്കുന്ന മറ്റുള്ളവർക്കോ ആ വിഷയത്തിൽ ഒരു രീതിയിലും മറ്റുള്ളവരുമായി ഒരു ബന്ധമില്ല. അവനവൻ സ്വന്തം ആലോചിക്കണം, എനിക്ക് എന്തിന് കഴിയുമെന്ന്. എന്തിന് എന്ന് പറഞ്ഞത് എനിക്കൊരു മൃഗത്തിന് സാധിക്കുമെന്നാണ്. എനിക്കൊരു മൃഗത്തിനെ ഒറ്റക്കറച്ചു കൊടുക്കാൻ കഴിയുമോ എന്നാലോചിക്കണം. അടുത്ത ആലോചനയാണ് എനിക്കതിന്റെ പകുതിക്ക് വെച്ചോ ഷെയറിന് വെച്ചോ, ഇതൊക്കെ അടുത്ത ആലോചനയാണ്. ആദ്യത്തെ ആലോചന ഇതാണ്. ഇതിന് മാത്രം ഇറച്ചിയൊക്കെ നമ്മുടെ മഹലിലേക്ക് വന്നാൽ അപ്പൊ അത് വല്ലാതെ കൂടുതലായി പോലെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. ഇവിടെ ഇറച്ചി ടൺ കണക്കിനായി പോകുമോ? ആദ്യം തഅബ്ബുദിയായ ഈ കാര്യം ചെയ്യാൻ കഴിവുണ്ടോ? ഉളഹിയ തറക്കാൻ ആര് പറഞ്ഞു? ഫസല്ലി ലിറബ്ബിക വൻഹർ, നബിയെ അങ്ങ് നിസ്കരിക്കണേ, പെരുന്നാൾ നിസ്കരിക്കണേ. വൻഹർ, അങ്ങ് ഉളഹിയ തറക്കണേ ഹബീബേ. 2 മാസം തുടർച്ചയായ 2 മാസങ്ങൾ നറൽ ഹിലാല സുമ്മൽ ഹിലാല, ഒരു ചന്ദ്രമാസത്തിന്റെ ചന്ദ്രന്റെ പിറവി കണ്ടു. അടുത്ത മാസം വന്നു, അതിന്റെ അടുത്ത മാസം വന്നു. ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടില് അടുപ്പ് പുകഞ്ഞിട്ടില്ല. ആയിഷത്തു സിദ്ദീഖ, അടുപ്പിൽ വെച്ച് വേവിക്കാൻ കഴിയുന്ന ഒരു ഭക്ഷണവും ഞങ്ങളുടെ വീട്ടിലില്ല എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ സാക്ഷ്യപ്പെടുത്താണ്. അടുത്ത ഹദീസ് എന്താണെന്നറിയോ? അവിടെ നിന്ന് പറയാൻ അടുത്ത ഹദീസിൽ സഹാബാക്കളെ സാക്ഷ്യപ്പെടുത്തുന്നു. മദീനത്ത് വന്നിട്ട് 10 കൊല്ലം അള്ളാഹുവിന്റെ ഹബീബ് ഉളഹിയത്ത് മുടക്കിയിട്ടില്ല. അള്ളാഹിന്റെ റസൂൽ എല്ലാ കൊല്ലവും ഉളഹിയത്ത് അറുത്തു എന്ന് മാത്രമല്ല, ഒരു തവണ അവിടെ നിന്ന് ഉളഹിയത്ത് അറുത്തത് 100 ആടുകളെയാണ് ഉളഹിയത്ത് അറുത്തത്. ആലോചിക്കണം. അതിൽ 63 സ്വന്തം കൈകൊണ്ടറുത്തു, ബാക്കി അലി ഇബ്നു അബീ ത്വാലിബിനെ ഏൽപ്പിച്ചു കൊടുത്തു. പട്ടിണി കിടന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മൊബൈൽ റീചാർജ് ചെയ്യാൻ ഒരു വീട്ടിലേക്ക് വേണ്ട തുക 1500-ന്റെയും 2000-ന്റെ ഒക്കെ മുകളിലാണ്. നെറ്റിന്റെ റീചാർജ് വേറെയാണ്.
ഇതൊക്കെ ആവശ്യമാണ്. ഇതൊന്നും അനാവശ്യങ്ങളെന്നോ ആഡംബരങ്ങളെന്നോ അല്ല പറഞ്ഞത്. നമ്മുടെ ഒഴിവ് കഴിവെന്താ? ഉദഹയത്തിൽ നിന്ന് മാറാൻ, അതാണ് ആലോചിക്കുന്നത്. ഇവിടെ വ്യക്തമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ഒരു നന്മയെ പറഞ്ഞാൽ ഉറച്ച മുസ്ലിം എനിക്ക് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കും. എന്നാൽ മുനാഫിഖ് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയത്. മുനാഫിഖ് എന്ന് പറഞ്ഞാൽ ഈമാൻ ഉറക്കാത്തവൻ. അതിന്റെ പശ്ചാത്തലം അതല്ല, കപട വിശ്വാസിനാണ്. അവൻ ആലോചിക്കുന്നത് എങ്ങനെ എനിക്ക് ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റും, ഇത് ഞാൻ എങ്ങനെ ഒഴിവാകും, എനിക്ക് എങ്ങനെ ഇത് മാറ്റിവെക്കാൻ കഴിയും. ഇതാണ് കപട വിശ്വാസിയുടെ ആലോചന. നമ്മുടെ ആലോചന എന്താണ്? നാം സ്വന്തം ആലോചിക്കാം. അയൽവക്കത്തുകാരന്റെ ആലോചനയെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. എന്റെ ആലോചന എന്താ? എനിക്ക് കഴിവുണ്ടായിരിക്കെ എന്റെ മനസ്സിൽ എന്താ കടന്നു പോകുന്നത്? ഞാനിത് ചെയ്യുന്നവനാണോ ചെയ്യാത്തവനാണോ? ജുമാക്ക് നേരത്തെ വരണമെന്ന് പറഞ്ഞാൽ എന്റെ ആലോചന ഇത് സാമ്പത്തിക വിഷയത്തിൽ മാത്രമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞ ഒരു നന്മ പറഞ്ഞാൽ മുഅ്മിൻ ആലോചിക്കുക എനിക്ക് എങ്ങനെ ഇത് ചെയ്യാൻ കഴിയും. ജുമാക്ക് നേരത്തെ വരണമെന്ന് പറയും. മുഅ്മിനീങ്ങളുടെ ഇടയിൽ ആദ്യമായിട്ടുണ്ടായ ബിദ്അത്ത് ജുമാക്ക് വൈകി വരലാണ്. ഇമാമുകൾ സാക്ഷ്യപ്പെടുത്തുന്നു, ആദ്യത്തെ ബിദ്അത്ത് ജുമാക്ക് വൈകി വരലാണ്. നമ്മൾ ജുമാക്ക് നേരത്തെ വരുന്ന വിഷയം പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ആലോചിക്കും വൈകാൻ എനിക്കുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്. ഇങ്ങനെ ഏതൊരു വിഷയവും ഏതൊരു നന്മയും ജമാഅത്തിനെത്തണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കും ജമാഅത്തിനെത്താതിരിക്കാൻ എനിക്ക് കാരണങ്ങൾ ഇങ്ങനെ പലതാണ് എന്നല്ല ആലോചിക്കേണ്ടത്. എനിക്കെങ്ങനെ അടുത്ത തവണ മുതൽ ജമാഅത്തിനെത്താൻ സാധിക്കും, എനിക്ക് സുബഹിയുടെ ജമാഅത്ത് പങ്കെടുക്കാൻ കഴിയില്ല, എനിക്ക് ഉറക്കം കിട്ടണം എന്നല്ല ആലോചിക്കേണ്ടത്. എനിക്കെങ്ങനെ എന്റെ സുബഹിയുടെ ജമാഅത്ത് കിട്ടണം, എനിക്കെങ്ങനെ മറ്റു വഖത്തുകൾ ജമാഅത്തായിട്ട് നിർവഹിക്കാൻ കഴിയണം. ഇങ്ങനെ ഒരു നന്മ പറഞ്ഞാൽ എങ്ങനെ അത് സാധിക്കും? പണമില്ല, എന്നാൽ എങ്ങനെ കഴിയും? ഈ തവണ നടക്കൂല, അടുത്ത തവണ എങ്ങനെ കൊണ്ടുവരാൻ കഴിയും? ഈ ആലോചന മുഅ്മിനായ മനുഷ്യന് വരണം. പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ആയത്തുണ്ട്. സഹാബാക്കളോട് യുദ്ധത്തിന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ വന്നിട്ട് പറയാണ്, നമുക്ക് ദീർഘദൂര യാത്രയുണ്ട്, അവിടെ ശത്രുക്കൾ തമ്പടിച്ചിട്ടുണ്ട്, നമ്മൾ അവരുമായിട്ട് യുദ്ധം ചെയ്യണമെന്ന് അള്ളാഹിന്റെ റസൂല് പറഞ്ഞാൽ സഹാബത്ത് ചാടിയിറങ്ങിയതിനോട് രംഗപ്രവേശനം ചെയ്യും. ഞങ്ങൾ തയ്യാറാണ് നബിയെ എന്ന് പറയും. അങ്ങനെ അവർ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടും. എന്നാലോ കപട വിശ്വാസിയായ മനുഷ്യർ, ഈമാൻ ഉറക്കാത്ത മനുഷ്യർ എന്ത് പറയും? വസയഹലിഫൂന ബില്ലാഹ് ലൗ ഇസ്തതഅനാ ലഖറജ്നാ മഅകും. നബിയെ, അല്ലാഹുവിനെ തന്നെ സത്യം, പരിശുദ്ധ ഖുർആന്റെ വാക്കാണ്, അല്ലാഹുവിനെ തന്നെ സത്യം. ലൗ ഇസ്തതഅനാ ലഖറജ്നാ മഅകും. കുറേ പ്രശ്നങ്ങളുണ്ട് നബിയെ, വീട്ടിൽ പ്രശ്നമാണ് നബിയെ, ബാധ്യതകളുണ്ട് നബിയെ, കച്ചവടം മോശമാണ് നബിയെ, വീട്ടിൽ അടുപ്പ് പുകഞ്ഞിട്ടില്ല നബിയെ, മാതാപിതാക്കളുണ്ട് നബിയെ, മക്കളുണ്ട് നബിയെ. ഇങ്ങനെ കാരണങ്ങൾ എണ്ണി പറഞ്ഞിട്ട് അവര് പറയും, ഞങ്ങൾക്കെങ്ങാനും കഴിവുണ്ടായിരുന്നുവെങ്കിൽ, ഞങ്ങൾക്ക് അല്ലാഹു കഴിവ് തന്നിരുന്നുവെങ്കിൽ ലഖറജ്നാ മഅകും, അങ്ങയുടെ കൂടെ ഞങ്ങളും വന്നേനെ നബിയെ. ഇപ്പൊ സാഹചര്യം മോശമായതുകൊണ്ടാണ് ഞങ്ങൾ വരാത്തത്, സാഹചര്യം മോശമായതുകൊണ്ടാണ് സദഖ ചെയ്യാത്തത്, സാഹചര്യം മോശമായതുകൊണ്ടാണ് ഉദഹിയത്തിന് കൊടുക്കാത്തത്, പങ്കെടുക്കാത്തത്, ഹജ്ജിന് പോകാത്തത്. ഇങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഹൃദയത്തിലേക്ക് തുളഞ്ഞ കയറുണ്ടായതാണ്. പരിശുദ്ധ ഖുർആൻ പറയാണ്, വല്ലാഹു യഅലമു ഇന്നഹും ലകാദിബൂൻ. അവര് കള്ളന്മാരാണ്, അല്ലാഹുക്കറിയാം. അവര് പറഞ്ഞത് നുണയാണെന്ന് അല്ലാഹുക്കറിയാം. ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് അല്ലാഹുക്കറിയാം, എത്ര സ്ഥലം കിടപ്പുണ്ടെന്ന് അല്ലാഹുക്കറിയാം, എത്ര വരുമാനമുണ്ടെന്ന് അല്ലാഹുവിനറിയാം, ലോക്കറിൽ എത്ര സ്വർണമുണ്ടെന്ന് അല്ലാഹുവിനറിയാം, എന്തൊക്കെയാണോ നിന്റെ ആസ്തികളെന്ന് അല്ലാഹുവിനറിയാം. നിനക്കൊരു മൃഗം ഒറ്റക്ക് വാങ്ങി അറുക്കാൻ കഴിയുമോ ഇല്ലയോ എന്നും അല്ലാഹുവിനറിയാം. വല്ലാഹു യഅലമു ഇന്നഹും ലകാദിബൂൻ. അവര് പറഞ്ഞത് മുഴുവൻ നുണയാണെന്ന് പടച്ചവന് വ്യക്തമായി അറിയാം. പരിശുദ്ധ ഖുർആനിൽ ബയ്യനല്ലാഹു അസ്സ വജൽ. ഇത് കേവലം മക്കയിലെ മുനാഫികളും മദീനത്തെ മുനാഫികളെ കുറിച്ച് പറഞ്ഞ ആയത്തല്ല. ഖുർആൻ നമ്മൾ നമ്മുടെ പരിസരത്ത് നിന്ന് വായിക്കേണ്ട ഗ്രന്ഥാണ്, ആനുകാലികമായ ഗ്രന്ഥാണ്. ഇന്നത്തെ നടക്കുന്ന സംഭവ വികാസങ്ങളുമായിട്ട് ഖുർആന്റെ ആയത്തിനെ കണക്ട് ചെയ്യണം.